നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ മോണിറ്റേഷൻ ആവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറുമാണ്. പക്ഷേ ഈ വാച്ച് അവറിനെ കുറിച്ച് ഒരുപാട് സീക്രട്ടുകളുണ്ട്. അതായത് പുതിയതായി യൂട്യൂബർ വരുന്നവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ പുതിയൊരു യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. എങ്ങനെ നിങ്ങൾക്കൊരു വാച്ച് അവർ കൂട്ടാം, ഏതൊക്കെ വാച്ച് അവറാണ് കൗണ്ട് ചെയ്യുന്നത്, ഏതൊക്കെ വാച്ച് അവർ കൗണ്ട് ചെയ്യത്തില്ല, ഏതൊക്കെ വാച്ച് അവർ ഇൻവാലിഡായി പോകുന്നുണ്ട്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ വാച്ച് അവർ എങ്ങനെ പെട്ടെന്ന് കൂടാൻ പറ്റും, എങ്ങനെ മോണിറ്റേഷൻ പറ്റും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. ഓക്കെ, നിങ്ങൾ വാച്ച് അവർ വെച്ചാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫുൾ മോണിറ്റേഷൻ വേണ്ടത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ആൾ സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവേഴ്സുമാണ്. അതായത് ഹാഫ് മോണിറ്റേഷൻ ആണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ 3000 വാച്ച് അവേഴ്സുമാണ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിൻ്റെ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ലൈവിൻ്റെ വാച്ച് അവർ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റേഷന് വേണ്ടിയുള്ള കാൽക്കുലേഷൻ ചെയ്യത്തുള്ളൂ. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ചെയ്യുന്ന വാച്ച് അവർ യൂട്യൂബർ മോണിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേഷൻ ചെയ്യത്തില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് 500 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾ മോണിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വ്യൂസ് കൂടുന്നുള്ള വീഡിയോകളുണ്ടോ അല്ല വ്യൂസ് കുറഞ്ഞതുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റാക്കി വെക്കുന്ന വീഡിയോ, ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇതിൻ്റെ എല്ലാ വാച്ച് അവർ ഇവിടെ മൈനസായി പോകും. നിങ്ങളുടെ 4000 വാച്ച് അവർ പോലും ചിലപ്പോൾ കുറഞ്ഞു പോയെന്ന് വരാം. എന്ന് പറഞ്ഞ് നിങ്ങൾ മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം വീഡിയോസ് പബ്ലിക്കാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വാച്ച് അവർ മാത്രമേ യൂട്യൂബ് കാൽക്കുലേഷൻ ചെയ്യത്തുള്ളൂ. അത് ഈ ലോങ് വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും. അതുപോലെ ചില ആളുകൾ ഗൂഗിളിലൂടെ അവരുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വാച്ച് അവർ കിട്ടാറുമുണ്ട്. ഇങ്ങനെ കിട്ടുന്ന വാച്ച് അവർ യൂട്യൂബിൻ്റെ മോണിറ്റേഷന് വേണ്ടി കൗണ്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഷോർട്സിൻ്റെ വീഡിയോസും യൂട്യൂബ് അനാലിസിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണാറുണ്ട്. ഇതവിടെ കാണിക്കാൻ കാരണം നിങ്ങൾ ആ ഷോർട്സ് വീഡിയോ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഷോർട്സ് അവർ അവിടെ കാണിക്കുന്നത്. ഷോർട്സിൻ്റെ വാച്ച് അവറും യൂട്യൂബിൻ്റെ മോണിറ്റേഷന് വേണ്ടി കൗണ്ട് ചെയ്യാറില്ല. ഇവിടെ കുറേ പേര് പറയുന്നത് പോലെ അവരുടെ ലോങ് വീഡിയോസും ലൈവും ഷോർട്സും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ വാച്ച് അവർ ചെക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഹോം സ്ക്രീനിൽ തന്നെ ഇവിടെ അതിന് മുകളിൽ കാണിക്കുന്ന ഈ വാച്ച് അവറാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വാച്ച് അവർ കുറഞ്ഞു പോകുന്നുണ്ട്. ഇന്നലെ വരെ 2000 ഉണ്ടായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ 1500 വാച്ച് അവറേ ഉള്ളൂ. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയല്ല, ഇവിടെയല്ല നിങ്ങൾ ശരിക്കുള്ള മോണിറ്റേഷൻ ചെക്ക് ചെയ്യാറുള്ളത്. അതിൻ്റെ താഴെ ഏറ്റവും താഴെ ഏണിംഗ് സെഷൻ എന്നുണ്ട്. ആ ഏണിംഗ് സെഷനിലാണ് കഴിഞ്ഞ 365 ദിവസം നിങ്ങൾ ചെയ്തിട്ടുള്ളത് മോണിറ്റേഷൻ എന്നുള്ള വാച്ച് അവർ കാണിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഹോം സ്ക്രീനിൽ കാണിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വാച്ച് അവർ എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും അതുപോലെ നിങ്ങളുടെ ഷോർട്സ് വീഡിയോയുടെ വാച്ച് അവറുമാണ് ഈ വാച്ച് അവർ അവിടെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇടുന്ന വീഡിയോ ഷോർട്സിൻ്റെ വാച്ച് അവറും ഈ അനലൈസിൽ ഇത് കൗണ്ട് ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മുകളിൽ കാണിക്കുന്നത് പോലെ ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ നമ്മൾ കിട്ടുന്ന വാച്ച് അവറാണ്. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഈ 28 ദിവസം മുമ്പുള്ള ആ ഒരു ദിവസത്തിനുള്ള വാച്ച് അവർ ഇവിടെ മൈനസായി പോകാറുണ്ട്. ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ഒരു വാച്ച് അവർ 500 ഒരു വാച്ച് അവറെ കിട്ടിയിട്ടുണ്ട്, അതുവരെ ഇത് മൈനസായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ ഈ വാച്ച് അവർ പോയി എന്ന്. ഇവിടെ അല്ല നിങ്ങളുടെ ശരിക്കുള്ള മോണിറ്റേഷൻ വേണം എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ മോർണിംഗ് ആൻഡ് പബ്ലിക് വാച്ച് അവർ ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലോങ് വീഡിയോയുടെയും ലൈവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വലായിട്ടുള്ള വാച്ച് അവറാണ്. ഇവിടെയാണ് ഇനി നിങ്ങൾ വാച്ച് അവർ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനുള്ള ഡീറ്റെയിലുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്നതാണ്. ഇനി ഏണിംഗ് സെഷനിൽ നിങ്ങളുടെ മറ്റൊരു കൺഫ്യൂഷനുണ്ട്. അതായത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ 365 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ 4000 വാച്ച് അവർ കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുള്ള വാച്ച് അവർ അവിടെ നഷ്ടപ്പെട്ടു പോകും, വീണ്ടും നമുക്ക് ഫ്രഷ് ആയിട്ട് വാച്ച് അവർ കൂട്ടണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഒരു തെറ്റായ ധാരണയാണ്.
കാരണം നമ്മൾ ഇന്ന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന വാച്ച് അവർ എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് പുറകോട്ടുള്ള 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാച്ച് അവറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഈ 365 ദിവസത്തിന് പുറകിലോട്ടുള്ള ഒരു ദിവസത്തെ വാച്ച് അവർ അവിടെ മനസ്സായി പോകും. അതുപോലെ നമ്മൾ ഈ മുന്നോട്ട് പോയിട്ടുള്ള ആ ഒരു ദിവസം അവിടെ കൂടുകയും ചെയ്യും. അല്ലാതെ ഈ ഒരു വർഷത്തെ മൊത്തം കംപ്ലീറ്റ് ഇവിടെ മൈനസായി പോകത്തില്ല. അതായത് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ 365 ദിവസത്തിന് പുറകിലോട്ടുള്ള ഒരു ദിവസം അവിടെ കുറയുകയും മുന്നോട്ട് പോകുന്ന ആ ഒരു ദിവസം അവിടെ കൂടുകയും ചെയ്യും. ഈ രീതിയിലാണ് വാച്ച് അവർ അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തിടുന്നതാണ്. ഇതിൻ്റെ ഇതും അതുപോലെ തന്നെ ഇവിടെ പറയേണ്ടതെന്ന് ഞാൻ ചിലർ ബുദ്ധി ഉപയോഗിക്കും. അതായത് അവർ മറ്റുള്ളവരുടെ വൈറലായിട്ടുള്ള ഏതെങ്കിലും വീഡിയോ കോപ്പി അടിച്ച് അവരുടെ ചാനലിലിടും. അത് നന്നായിട്ട് വ്യൂസും വാച്ചവറും ഒക്കെ കൂട്ടിയതിന് ശേഷം അവരത് സ്വന്തമായിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. എന്നിട്ട് അവർ മോണിറ്റേഷൻ വേണ്ടി അപ്ലൈ ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാച്ച് അവർ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോസിനാണ്. പക്ഷേ നിങ്ങളുടെ വീഡിയോസോ കോപ്പി പേസ്റ്റ് വീഡിയോസും അവിടെ നിങ്ങൾക്ക് യൂട്യൂബ് റീയൂസ് കാണിക്കുന്നുണ്ട്. അതായത് അവസാനം ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. നിങ്ങളുടെ അവിടെ വാച്ച് അവർ കുറഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങളുടെ മോണിറ്റേഷൻ എലിജിബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ വാച്ച് അവറിനെ കുറിച്ചുള്ള മാക്സിമം തെറ്റിദ്ധാരണകൾ ഞാനിവിടെ ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാച്ച് അവർ കൂട്ടി മോണിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് ചെയ്യുക. ലൈവ് ചെയ്താൽ മാത്രം മോണിറ്റേഷനാക്കി ഫുൾ മോണിറ്റേഷനാക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതുവരെ ലൈവ് ചെയ്ത് തുടങ്ങിയിട്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ലൈവ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നതാണ്. ഫസ്റ്റ് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറത്തെ സമയം എടുക്കുക അത് സ്റ്റാർട്ട് ആവാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ലൈവ് ചെയ്ത് തുടങ്ങുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഫേസ് ലൈവ് തന്നെ ചെയ്യുക. ഫേസ് ലൈവ് മാത്രമേ വാച്ച് അവർ കൂട്ടും സബ്സ്ക്രൈബേഴ്സും കൂട്ടും മോണിറ്റേഷൻ ആവി എടുക്കാനുള്ള ഒരുപാട് പേരുടെ മോണിറ്റേഷൻ ആയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂട്ടാനായിട്ട് നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചും പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ ഒന്നും കൂടെ പറയുകയാണ്. ഞാൻ ഇവിടെ വരുന്ന പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 12 സെക്കൻഡ് ഇതിനുള്ളിലുള്ള ഷോർട്സ് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്സ് വീഡിയോ ആയിരിക്കണം. അതുപോലെ തന്നെ തുടക്ക സമയത്ത് തന്നെ നല്ല ഹുക്കൊക്കെ കൊടുത്ത് വേണം ആ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ചെറിയ ഷോർട്സ് വീഡിയോയിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കിപ്പ് ചെയ്യാതെ ആൾക്കാരിരുന്ന് കാണാൻ വേണ്ടി നല്ല ശ്രമിക്കും. അപ്പോൾ തുടക്ക സമയത്ത് വല്ല ഹുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഓഡിയൻസ് അട്രാക്ഷൻ നല്ലതുപോലെ കിട്ടാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പെട്ടെന്ന് എത്താനായിട്ടും ഇത് സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടുകയും ചെയ്യും. നിങ്ങളൊരു പുതിയ യൂട്യൂബ് ആണെങ്കിൽ ഇത് ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോയി നോക്കി നോക്കുക. നിങ്ങൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ലൈവ് ചെയ്യാൻ നോക്കുക. ഈ രീതിയിലൊന്ന് മുന്നോട്ട് ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളുടെ വാച്ച് അവർ പെട്ടെന്ന് കൂട്ടി സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂട്ടി നിങ്ങളുടെ ചാനൽ മോണിറ്റേഷൻ ആവാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.